ലോകരാജ്യങ്ങളും ആഗോള വിനോദസഞ്ചാര മേഖലയും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലിദ്വീപും തമ്മിലുണ്ടായ ഭിന്നത. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മന്ത്രിമാർ മാലിദ്വീപ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരുന്നു. മാത്രമല്ല, പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഭിന്നതകൾ ഏതാണ്ട് അവസാനിച്ചു. ഇപ്പോഴിതാ അധികാരത്തിലേറിയ കാലം മുതൽ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെയാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നതെന്നാണ് മറ്റൊരു കൗതുകം. ഇന്ത്യയെ വെറുപ്പിച്ചാൽ നഷ്ടമുണ്ടായത് തങ്ങൾക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ നീക്കം. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖലയിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത്. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങൾ ആരംഭിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിംഗിന്റേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും തുടർന്നുള്ള ട്വീറ്റുകളും വിനോദസഞ്ചാര മേഖലയിൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിന് ബദലായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായാണ് അവർ വിലയിരുത്തിയത്. ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയുമായിരുന്നു. ചൈനയെ അനുകൂലിച്ചുകൊണ്ട് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ തുടക്കം മുതലെയുള്ള നടപടികളും സ്ഥിതി രൂക്ഷമാക്കി. കഴിഞ്ഞ വർഷം വരെ മാലിദ്വീപിലേക്ക് ഏറ്റവും കൂടുതലായി എത്തിയ സഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു. എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 42% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായി മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തി. ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകൾ നടത്തി. ഈ ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മാലിദ്വീപ് ഭരണകൂടം മുൻകൈയെടുത്തു. കഴിഞ്ഞ വർഷം വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ മാലിദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിൽ നിർണായകമായി. ഇന്ത്യയുടെ സഹകരണത്തിൽ UPA പണമിടപാട് തുടങ്ങുന്നതടക്കമുള്ള കരാറുകൾ ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ചു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലിദ്വീപിന്റെ സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, മാനസികാരോഗ്യം, സവിശേഷ വിദ്യാഭ്യാസം തുടങ്ങി 6 മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്ക് ഇരു രാജ്യവും തുടക്കം കുറിച്ചു. മാലിദ്വീപിൽ 1000 സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഗുഡ്സ് ഗവേണൻസും സിവിൽ സർവീസസ് കമ്മീഷനും തമ്മിലുള്ള ധാരണാപത്രം പുതുക്കുകയും ചെയ്തു. ഇന്ത്യ എല്ലാ കാലത്തും മാലിദ്വീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും വികസന പങ്കാളിയുമാണെന്ന് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ അന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയും മാലിദ്വീപും അടുത്ത അയൽരാജ്യങ്ങൾ മാത്രമല്ല, സ്വാഭാവിക പങ്കാളികളുമാണെന്ന് ജയ്ശങ്കറും അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഹസൻ മൗമൂൺ ഡൽഹിയിലെത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയുമായി സഹകരിച്ചു പോകാൻ മാലിദ്വീപ് തയ്യാറാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ സമൂഹങ്ങളിലെ പ്രതിരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ ഉന്നതതല ചർച്ചകൾക്കായാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. മാലിദ്വീപുമായുള്ള പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്താനുള്ള സന്നദ്ധത രാജ്നാഥ് സിംഗ് ഹസൻ മൗമൂണിനെ അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധത്തിന്റെയും സുരക്ഷാ സഹകരണത്തിന്റെയും എല്ലാ വശങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. മാലിദ്വീപ് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളും സൈനിക ഉപകരണങ്ങളും നൽകാനുള്ള സന്നദ്ധതയും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സാധാരണ മാലിദ്വീപ് പ്രസിഡന്റിന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ് ഉണ്ടാകാറ്. എന്നാൽ മൊയ്സു ഇന്ത്യ സന്ദർശനം ഒഴിവാക്കുകയും പകരം ജനുവരിയിൽ തുർക്കിയിലേക്കും തുടർന്ന് ചൈനയിലേക്കും യാത്ര ചെയ്യുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ 3 ഉപമന്ത്രിമാർ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളായി. 2018-നും 2023-നും ഇടയിൽ മാലിദ്വീപിൽ അധികാരത്തിലിരുന്ന MDP ഇന്ത്യയെ ഒരു സൗഹൃദ രാജ്യമായാണ് കണക്കാക്കിയിരുന്നത്. അതേസമയം മൊയ്സു ചൈനയുമായി കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നതാണ് കണ്ടുവന്നത്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിൽ ന്യൂഡൽഹി സന്ദർശിക്കുകയും ദ്വീപ് രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാൻ കറൻസി കൈമാറ്റ കരാറിലടക്കം ഒപ്പിടുകയുമായിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തിൽ പുനരുജ്ജീവനമുണ്ടായെന്നും വിലയിരുത്തലുണ്ടായിരുന്നു.